വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ട് അയല വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ചുള ഉള്ളി, ചുവന്നുള്ളി, ഒരു 3 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഓട്സ് ചേർക്കുന്നുണ്ട്. ഓട്സ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് മസാല നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിൽ അത് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കറിവേപ്പില കൂടി ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ച ആ മസാല മീനിലേക്ക് നന്നായിട്ട് പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓട്സിൽ നന്നായിട്ടൊന്ന് മറിച്ചിട്ട് മുക്കിയെടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് മുക്കി കൊടുക്കാം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഓട്സിൽ നന്നായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ അരമണിക്കൂർ അത് നന്നായിട്ട് മീനിലേക്ക് എല്ലാ മസാലയും എല്ലാം നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനിലേക്ക് അയലയിലായിട്ട് ആ മസാല തിരുമ്മി വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഓട്സിൽ മുക്കി വെച്ചിരിക്കുന്നത് ഓട്സ് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ആവാത്ത രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മസാല എല്ലാം ആ വെളിച്ചെണ്ണയിലേക്ക് പറ്റി പിടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ചൂടായതിനു ശേഷം ഇടുന്നത്. അപ്പം മീൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ചേർത്ത അയല വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചില മീനുകളൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണണ സമയത്ത് ഒന്നുകൂടെ ചൂടാക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് രാവിലെ വറുത്ത ചൂടാക്കാതെ തന്നെ വൈകിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് കഴിക്കാൻ പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു അയല വറുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.